Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. ആദ്യം തന്നെ എല്ലാവരോടും ഹാപ്പി ഓണം. ഓണം എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വരാൻ ഓണസദ്യ ആണല്ലേ. ഓണസദ്യ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുറേ മെമ്മറീസും ഉണ്ടാവും. കോളേജ് ലൈഫിലും സ്കൂൾ ലൈഫിലൊക്കെ നടന്ന് മൊത്തത്തിലൊരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിലുണ്ടാക്കിയ സദ്യാവിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 സൈഡ് ഡിഷസ് റെസിപ്പിയും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൂട്ടുകറിയും ബീട്രൂട്ട് പച്ചടിയും പുളി ഇഞ്ചിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ സദ്യയിലെ സ്ഥിര സാന്നിധ്യമായ കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കറിലേക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച അരക്കപ്പ് കടലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെപ്പറും ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. എന്നിട്ട് കടല ഇതുപോലെ വെന്ത് വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് കട്ട് ചെയ്ത ചേനയും 1/4 കപ്പ് കട്ട് ചെയ്ത പച്ചക്കായും ഇട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കടലയും പച്ചക്കറിയും അടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ വേറെ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിച്ച് വേവിക്കുന്നതാണ് ഈസി ആയിട്ട് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അത് കുക്കാകുമ്പോഴത്തേക്ക് ഇതിനു വേണ്ട അരപ്പ് റെഡിയാക്കാം. ഒരു മിക്സറിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂട്ടുകറിൻ്റെ അരപ്പ് അധികം പേസ്റ്റ് പോലെ അരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ആയാൽ മതി. ഇനി ഇത് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് വേറൊരു പാനിൽ തേങ്ങ വറുത്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വന്നാൽ 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും ചേർത്ത് സോട്ട് ചെയ്തിട്ട് 5 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്കിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. കൂട്ടുകറി പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇത് മലബാർ സ്റ്റൈൽ ഓഫ് പ്രിപ്പറേഷൻ ആണ്. തേങ്ങ ഇതുപോലെ ഗോൾഡൻ കളറിൽ റോസ്റ്റായി വന്നാൽ ഇതിലേക്ക് കൂട്ടുകറി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല കളർഫുൾ പച്ചടിയായ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ഇട്ട് ജസ്റ്റ് സോട്ട് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഒരു മിക്സിയിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ കടുകും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം. എന്നിട്ട് ഈ അരപ്പ് കുക്കായി വന്ന് ബീട്രൂട്ടിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കാൽ കപ്പ് വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ച് അതൊന്ന് കുലുക്കി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തിളച്ച് വന്നാൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/4 കപ്പ് തൈര് ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ തൈര് ആഡ് ചെയ്താൽ പിന്നെ അധികമായിട്ട് തിളപ്പിക്കരുത്, അപ്പോൾ പിരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വെളിച്ചെണ്ണയിൽ കാച്ചിയതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി. ഇനി മിക്ക സദ്യകളിലും നല്ലൊരു റോളുള്ള പുളി ഇഞ്ചി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഡ്രൈ സ്പൈസസ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 വറ്റൽമുളകും 1/2 ടീസ്പൂൺ മല്ലിയും 1/4 ടീസ്പൂൺ പെപ്പറും ഇട്ട് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോവാതെ ഒരു ബ്ലാക്കിഷ് കളർ ആവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കളറായാൽ പാനിന് എടുത്ത് മാറ്റി ചൂടാറിയാൽ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പൗഡർ ടെക്സ്ചറിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇനി പുളിയിഞ്ചിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ 50 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ചെറിയ ബിറ്റ് സൈസ് ആയിട്ടാണ് വേണ്ടത്. ഈ ഒരു PGൻ്റെ ചോപ്പറിൽ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും, ടൈം സേവറും ആണ്. ചോപ്പർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ പൊടിയായി കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചി ചേർത്ത് പൊരിച്ചെടുക്കാം. എണ്ണയിൽ വാടി വരുമ്പോൾ ആ ഒരു പച്ചമണെല്ലാം പോയിട്ട് നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ ഈ ഒരു ഫ്രൈഡായ കളറും വരും. ഇനി ഇത് പാനിൽ എടുത്ത് മാറ്റാം. എന്നിട്ട് സെയിം ഓയിലിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്തത് തൊട്ട് മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും, അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇതും പൊരിഞ്ഞു വന്നിട്ടുണ്ട്, പാനിൽ എടുത്ത് മാറ്റാം. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ജാഗ്രിയും ഒരു ചെറിയ ബോൾ പുളിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുത്ത് ലിക്വിഡ് ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം.
ഈ ഒരു ജാഗരി കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായി വന്നാൽ നേരത്തെ പൊരിച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇല്ലേ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ പൊടിച്ചു വെച്ച റോസ്റ്റഡ് ഡ്രൈ സ്പൈസസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറുകി വന്നാൽ 1/2 ടീസ്പൂൺ പുഴുങ്ങലരി വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് അരി വറുത്തതിന് ശേഷം പൊടിച്ചതാണ്. അരി വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുന്നതാണ് ഈ പുളിയിഞ്ചിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത് ആഡ് ചെയ്യുമ്പോഴാണ് പുളിയിഞ്ചിക്ക് ഒരു തിക്ക് ടെക്സ്ചർ കിട്ടാൻ. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും കായ്മുളകും കൂടി താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഡിഷസ് എല്ലാം റെഡി ആയ സ്ഥിതിക്ക് നല്ല തൂഷൻ ഇലയിൽ സെർവ് ചെയ്ത് കഴിക്കാം അല്ലേ. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്ത് മാങ്ങക്കറി, വെണ്ടക്ക മോരുകറി, മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സദ്യയിൽ എൻ്റെ ഫേവറേറ്റ് ആയ 2 പായസമാണ്, സേമിയ പായസവും പരിപ്പ് പ്രഥമനും. സേമിയ പായസ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പരിപ്പ് പ്രഥമ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. അതും കൂടെ ആഡ് ചെയ്താൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക്